DCP പോയി കണ്ടിരുന്നോ? ഒരു കേസ് തോറ്റുപോയപ്പോ ജീവിതത്തെ തോറ്റുപോയതുപോലെ തോന്നിയ സാർ. സാർ എന്നെ കേസിൽ നിന്ന് രക്ഷിച്ച് എനിക്കൊരു ലൈഫാണ് തന്നത്. ഗിഫ്റ്റ് തന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴെങ്കിലും പറയൂ സാർ, എത്രയാ വേണ്ടതെന്ന്. അറേഞ്ച് ചെയ്യാം. ഇനി നിങ്ങളുടെ പ്രിൻസിപ്പൾസിന് ഗുഡ് ബൈ പറയാതെ വേറെ വഴിയില്ല സാർ. കാരണം ഒരു കുറ്റവാളി മജിസ്ട്രേറ്റിന് മുന്നിൽ തന്റെ കുറ്റം സമ്മതിച്ചതിന് ശേഷം ഏത് കോർട്ടിൽ പോയാലും രക്ഷയില്ല. സാറിന് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഒരു ഓപ്ഷനുണ്ട് സാർ. ഈ കൊലപാതകം ചെയ്തത് ഞാനാണെന്ന് സ്വയം സമ്മതിച്ചാൽ മാത്രമേ മുന്നേക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. അത് നടക്കാൻ പോകുന്നില്ല. ഇതിവിടെ അവസാനിപ്പിച്ചേക്ക് സാർ. ഇറ്റ്സ് ബെറ്റർ. ഹായ് സിദ്ധാർത്ഥ്. ഹായ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. ഇതാരാ? പുതിയ ആർട്ടിസ്റ്റോ? ഹോളിവുഡ് ആർട്ടിസ്റ്റിനെ പോലെ തന്നെയുണ്ട്. ഇവനെ വെച്ച് കിൽ ബിൽ എന്നൊരു കമേഴ്ഷ്യൽ സിനിമ ഹോളിവുഡിൽ എടുക്കാം. ഈസ് ഹി ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിംഗ്? അല്ല സർ, ഇദ്ദേഹം സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റാ. അഞ്ജലിയുടെ കേസിൽ നിന്നെ രക്ഷിച്ചത് ഇദ്ദേഹമാണ്. ബൈ ദി വേ, ഐ ആം ഗോഗോ. സിദ്ധാർത്ഥിനെ ഹോളിവുഡിൽ പരിചയപ്പെടുത്തിയത് ഞാനാണ്. ഇവനെ വെച്ച് മറ്റൊരു പടം എടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലോട്ട് വന്നത്. പക്ഷെ അഞ്ജലി മരിച്ചുപോയെന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമിച്ചു. അഞ്ജലി എന്റെ മോളെ പോലെയാ, ഇവന്റെ ഭാര്യയും. പക്ഷെ എന്താ സാറേ ഇത്? അഞ്ജലിയെ കൊന്നവനെ കൊല്ലണമെങ്കിൽ ഒന്നുകിൽ ഞാനായിരിക്കണം, അല്ലെങ്കിൽ ഇവനായിരിക്കണം. കോടതി ആരാ സാറേ കൊല്ലാൻ? കൊന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രിമിനൽ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ സാറേ, അഞ്ജലിക്ക് വേണ്ടിയല്ലേ. നിങ്ങളെ പോലെ ഒരു ക്രിമിനൽ ലോയറിനെ വെച്ച് പൈസ എറിഞ്ഞ് ഞാൻ പുറത്തു വരും. ആ ക്രിമിനലിനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമെന്നോ? അവൻ എവിടെ ഉണ്ടെന്ന് പറ സാറേ, ഇപ്പൊ തന്നെ അവനെ പൊട്ടിച്ചേക്കാൻ ഞാൻ. കൊലയാളിയെ മുന്നിൽ കണ്ടിട്ടും ആവശ്യമുള്ളത് സംസാരിക്കാം. ഇതുവരെ ന്യായത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ക്രിമിനൽ ലോയറെയാണ് നീ കണ്ടത്. ഇനി അങ്ങോട്ട് നീ കാണാൻ പോകുന്നത് ഇതുവരെയും കാണാത്ത 360 ഡിഗ്രി ഹോട്ട് കോർ ക്രിമിനലിനെയാടാ. അത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരും. ഇതുവരെ നീ എന്റെ മുൻപിൽ കളിച്ചത് ലൈഫ് ഗെയിമാ, പക്ഷെ ഞാൻ തുടങ്ങിയ കളി ഡെത്ത് ഗെയിമാ. നീ അനുഭവിക്കാൻ പോകുന്ന വേദന താങ്ങാൻ കഴിയാത്ത സത്യമെല്ലാം നീ തുറന്നു പറഞ്ഞിരിക്കും. കഥ തുടങ്ങി വെച്ചത് നീയല്ലേ. ക്ലൈമാക്സ് ഞാൻ ഉണ്ടാക്കി തരാം. ഇവനെ വെച്ച് കിൽ ബിൽ സിനിമ എടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവൻ കില്ലിംഗ് സീനിൽ എന്നെ കുടുക്കി കളഞ്ഞല്ലോ. എന്റെ ഈശ്വര. സാറിന് എന്താ തോന്നിയത്? അഞ്ജലിയെ കൊന്നിട്ട് ഇവനെയും വെട്ടിയാക്കിയിട്ട് നീ പുറത്തു വന്നു എന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ പോവാ. Jamaica. ബ്രേക്കിൽ എന്നെ ഓർമ്മിപ്പിച്ചു. ഗുഡ് മോർണിംഗ് സർ. എന്തിനെങ്ങനെ നോക്കുന്നേ? ഏതോ ഒരു ആശുപത്രിയില് ഇന്റൻസീവ് കെയറിൽ കിടക്കേണ്ട നീയാണ് ഇവിടെ കല്ല് പോലെ നിൽക്കുന്നത്. അതെന്തിനാ? ഹലോ, നെഞ്ചില് ബുള്ളറ്റും വെച്ച് ഇതുപോലെയൊന്നും കറങ്ങല് സെപ്റ്റിക് ആവും. എന്താ സാറേ ഇവര് പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ബുള്ളറ്റ് ഗിള്ളറ്റ് അതാടാ, ആ ലോയർ ഇവിടെ വന്ന് സിദ്ധാർത്ഥിനെ വെടിവെച്ചില്ലേ, അപ്പം നെഞ്ചിനകത്ത് ബുള്ളറ്റ് കയറി. ഞങ്ങളുടെ ഡയറക്ടറെ രക്ഷിച്ചത് അവരാ. അവരെന്തിനാ സാറ് ഷൂട്ട് ചെയ്യുന്നേ? എന്തിനാന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയണ്ടേ? നോക്കിയേ എവിടെ സാറേ? ആ ലോയർ വന്ന്
തോക്ക് കൊണ്ട് നിന്നെ വെടിവെച്ചതല്ലേ? ആദ്യം ഇന്ത്യയിൽ വന്നപ്പോ ഇതുപോലെ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. സാറിന് എന്തോ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉണ്ടെന്നാണ് പറയുന്നത്. ആ അതെ. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. യാ, അപ്പൊ ഇത് എന്റെ സ്വപ്നമാണോ? തീർച്ചയായും സ്വപ്നം തന്നെ സാറേ. ഒരു കാര്യം ചെയ്യേ, സാറ് കുളിച്ച് റെഡിയാവും, ഞാൻ കാർ വിടാം. എന്താ ഇത്? കവിളൊക്കെ വേദനിക്കുന്നല്ലോ. ഇനി ചെവിക്കുറ്റിക്ക് വല്ലതും പൊട്ടിച്ചോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ബുള്ളറ്റ് അകത്ത് പോയി ഗുഡ് മോർണിംഗ്. എവൻ എങ്ങനെ പോയാ എനിക്കെന്താ? എന്താടാ ശ്വാസം കിട്ടുന്നില്ലേ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനുഭവിക്കേണ്ടി വരുന്ന വേദന താങ്ങാൻ കഴിയില്ലെന്ന്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ DCP പുറത്ത് സെക്യൂരിറ്റിനെ വെച്ചിരിക്കുന്നത്. നിന്റെ വീട്ടിലെ ജോലിക്കാർക്കിടയിലും DCPയുടെ സെക്യൂരിറ്റിക്കാർക്കിടയിലും എന്റെ ആളുകളുണ്ട്. ജനലിന്റെ സ്ക്രൂ അഴിച്ച് അകത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് നീ എന്നെ കൺഫ്യൂസ് ചെയ്തില്ലേ? ഇന്ന് ഞാൻ ആ വഴിയിലൂടെ തന്നെയാണ് അകത്തേക്ക് വരാൻ പോകുന്നത്. CCTV ഫുട്ടേജിൽ മുന്നേടെ എക്സിറ്റ് നീ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ ഞാൻ അകത്തേക്ക് വന്നതിനും പുറത്തേക്ക് പോകുന്നതിനും യാതൊരു തെളിവുണ്ടാവില്ല. നീ സത്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ നിന്നെ കാണിക്കുന്നത് നരകമാണ്. എന്നെ പോലൊരു ക്രിമിനൽ ലോയറിന്റെ അടുത്ത് കളിക്കുമ്പോ എന്താ സംഭവിക്കാന്ന് മനസ്സിലായില്ലേ? എൻജോയ് ദ ഗെയിം. ഇവനെന്തുവാ മിഡ് നൈറ്റിൽ മങ്കി ജമ്പൊക്കെ ചെയ്യുന്നു? മദ്യപിച്ച് ഹാങ് ഓവറിലാവണ്ട നീ ഈ ഫാനിൽ എന്തിനാ ഹാങ് ചെയ്യുന്ന? നിന്റെ അടുത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. നീമ എടുക്കനാ. ആ നടക്കട്ടെ നടക്കട്ടെ. ആരാത് ഈ നേരത്തെ വാതിൽ മുട്ടുന്നെ? എടാ ആ ലോയർ ആയിരിക്കും, വെള്ളത്താടി മീശയും. അവൻ വിചാരിച്ച പോലെയൊന്നുമല്ല. അവനെ ആർക്കും അറിയില്ല. വന്ന് പൊട്ടിച്ചിട്ട് അവനെ വരുന്നടേ. എനിക്ക് വാതില് പൊട്ടിക്കാതെ. നിങ്ങൾ എന്തിനാടാ വന്നേ? സാറിന്റെ ഉച്ച കേട്ടല്ലോ. ആ വെള്ളത്താടി മീശയും ഗണ്ണും ഒക്കെ ആയിട്ട് അവനല്ലേ വരണ്ടേ? നിങ്ങൾ എന്തിനാ വന്നേ ഇപ്പം? ചെല്ല് ചെല്ല്, അകത്ത് കയറി തൂങ്ങി കിടപ്പുണ്ട്. വെള്ളം എടുത്തോടാ. പോടാ പോടാ. എന്താ സാറേ ഇത്? സാറിനെ പോലെയുള്ള ആള് ചെയ്യുന്ന പണിയാണോ ഇത്? കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. എന്തൊരു അഭിനയയുടെ മോനെ നിന്റെ. അവനെന്തോ ശരിക്കും കയറി തൂങ്ങുന്നത് പോലെയും നിങ്ങളൊക്കെ അവനെ രക്ഷിക്കാൻ വന്നത് പോലെയും നല്ല അഭിനയം കേട്ടോ. ഇവര് പാവം ബ്രെയിൻലെസ് പീപ്പിൾ, മസിലും വീർപ്പിച്ച് അഭിനയിക്കുന്നവന്മാര്. നിനക്കെന്താടാ പറ്റിയത്? എന്നെ തല്ലിയോ? അതെ, ശരിക്കും അടിച്ചത് തന്നെയാ. ആട്ടെ, എന്തിനാ ഇപ്പൊ എന്നെ അടിച്ചേ? ഇത് സ്വപ്നമല്ല, സത്യ. സത്യോ? ശരി വിട്, സത്യം തന്നെ. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിച്ചോളാം. നീ ഇപ്പൊ എന്തിനാ തൂങ്ങി മരിക്കാൻ പോയത്? നീ എന്തിനാ ഇപ്പൊ ചാവുന്നേ? നീ ഒരു നല്ല ഡയറക്ടറാണ്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. അഞ്ജലിക്ക് വേണ്ടിയാ. ഞാൻ എന്താ ചെയ്യുന്നെന്ന് പോലും അറിയില്ല. എന്നെ എന്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി സെക്യൂരിറ്റി. സോറി സിദ്ധു, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഏതോ ഒരു കൺഫ്യൂഷനിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി. നിങ്ങൾ പോയി ഉറങ്ങിക്കോ. ശരി, ഉറങ്ങിക്കോളാം. ഉറങ്ങാൻ തന്നെയാ ഞാനിപ്പോ പോകുന്നത്. ഉറക്കത്തിനും സത്യത്തിനും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുക. വരട്ടെ മോനെ, പോയെന്ന് ഉറങ്ങട്ടെ.
എന്റെ ലൊക്കേഷനിൽ ആർട്ടിസ്റ്റ് അല്ലാതെ വേറെ ആരും കാണാൻ പാടില്ല. ഓക്കെ സാറേ. പുറത്തുനിന്ന് ആരും വരാൻ പാടില്ല. ഷൂട്ടിംഗ് എവിടെയാണെന്ന് പറഞ്ഞേ? സാറേ, ചേട്ടാ, അതിന് ജ്യൂസ്. വേണ്ട. സ്റ്റുഡിയോയിലെ സാറേ. അതല്ല ഹേയ്, ചേട്ടാ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? രാവിലെ മുതൽ ചേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലോ. ഈ എന്ത് ജ്യൂസ് ചേട്ടാ ചേട്ടാ? ആരാടി നിന്റെ ചേട്ടൻ? നീ ഇതിൽ എന്താ കലർത്തിയേ? നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഏയ്, ആരാടാ നീ? സാറിന്റെ ഡ്രൈവർ ബാബുവിന്റെ അളിയനാ സാറേ. ഇന്നലെ അളിയൻ ഒരു ആക്സിഡന്റ് പറ്റി. വേണമെന്ന് വെച്ചാൽ ആരോ ഇടിച്ചതാ. അതുകൊണ്ടാ സാറേ ഇന്ന് ഞാൻ വന്നേ. ചാവി തടാ. സാറേ, ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവനാ. ചാവി തരാൻ. കുഴപ്പമില്ല സാറേ, ഞാൻ എടുത്തോളാം. ചാവി തരാൻ നിന്നോടല്ല പറഞ്ഞേ. നീ ആ കാറിൽ വന്നാ മതി. ശരി സാറേ. നിങ്ങൾ ഫോളോ ചെയ്യ. എന്താടാ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചേ? സാറ് ഭയങ്കര ടെൻഷനിലാണ്.